നമ്മൾ മന്ത്രിക്കൊപ്പം ധനമന്ത്രി വിളമ്പുന്ന ഭക്ഷണം കുട്ടികൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇലയിട്ടാണ് സർഗ്ഗവേദി, ഇലയിട്ട് വെച്ചിരിക്കുന്ന സർഗ്ഗവേദി. അതോടൊപ്പം തന്നെ അവിടെ ഭക്ഷണശാലയിൽ പലയിടങ്ങളിലായി കുട്ടികൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഒരു ക്രമീകരണങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഈ ഭക്ഷണശാലയുടെ ക്രമീകരണങ്ങൾ എങ്ങനെയൊക്കെയാ? ഭക്ഷണശാലയിൽ ഓരോ കറികളുടെ പേരുകളാണ് ഓരോ വിഭാഗത്തിനുള്ളത്. അത് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക്, രക്ഷിതാക്കൾക്ക്, ഈ പറയുന്ന പോലെ മാധ്യമങ്ങൾക്കൊക്കെ വ്യത്യസ്തമായിട്ട് ക്രമീകരിച്ചിരിക്കുകയാണ് ഭക്ഷണം. അപ്പോൾ എല്ലാം തിരക്കൊഴിവാക്കാനാണ്. അത് എല്ലാ വർഷത്തെയും പോലെ തന്നെ കുറ്റമറ്റതാക്കാൻ ഭക്ഷണത്തിന്റെ മണം വന്നു തുടങ്ങി. നല്ല പ്രസാദിനെ കാണാനില്ല കേട്ടോ. പ്രസാദ് ഭക്ഷണത്തിന്റെ മണം വന്നു ഉണ്ടായിരുന്നോ? അപ്പോ റിനു, ഭക്ഷണമൊക്കെ പിള്ളേരൊക്കെ കഴിച്ചു തുടങ്ങി, വിശപ്പായോ? തീർച്ചയായിട്ടും. കാര്യം നമ്മൾ രാവിലെ ഇറങ്ങിയില്ലേ, ഇപ്പോൾ ഇന്നത്തെ വിഭവം നമ്മൾ അന്വേഷിച്ചപ്പോൾ ഉപ്പുമാവും കടലയും ഒപ്പം പുട്ട് ഐറ്റം ഉൾപ്പെടെ ഉണ്ട്. ഉച്ചയ്ക്ക് വിഭവ സമൃദ്ധമായ സദ്യ. പായസം അത് വെറൈറ്റി എന്നാണ് ഇന്നലെ നമ്മൾ പറഞ്ഞപ്പോൾ പഴയ നമ്പൂർ പറഞ്ഞത്. അത് പറയാൻ സർപ്രൈസ് ആയിരിക്കും. നമുക്കൊന്ന് ചോദിച്ചു നോക്കിയാലോ? തീർച്ചയായിട്ടും നോക്കാം. നമ്മുടെ മന്ത്രി കഴിച്ചു കഴിഞ്ഞോ? മന്ത്രി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് പോയാലോ? മന്ത്രിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാം. റെഡിയല്ലേ? സുജയ മന്ത്രിയുടെ കയ്യിൽ നിന്ന് വിളമ്പി കഴിക്കാന്ന് വിചാരിച്ചപ്പോ മന്ത്രി കഴിക്കാൻ തുടങ്ങിയ കാര്യം എന്തായാലും മന്ത്രി കഴിക്കുന്നത് പകർത്താനായിട്ടൊരു റിപ്പോർട്ടർ നമുക്ക് അങ്ങോട്ട് പോയ ധനമന്ത്രി എല്ലാവരും മേയർ ബ്രോ പുട്ടും കടല അടിക്കുകയാണ്. അതാ എക്സ് മേയർ ബ്രോ, MLA ബ്രോ. അപ്പൊ നമുക്ക് നേരെ MLA ബ്രോ അവിടെ പുട്ടും കടലയാണോ അതോ ഉപ്പുമാവും കടലയും ആണോ എന്ന് നമുക്ക് നോക്കണം. അങ്ങനെ നമ്മൾ നേരെ കലവറയിലേക്കാണ് നമ്മുടെ ക്രാഷ് ലാൻഡിംഗ്. ചേട്ടൻ ഉപ്പുമാവുമായിട്ട് പോകുന്നു. ഉപ്പുമാവ് എങ്ങനെയുണ്ട് ചേട്ടാ? കൊള്ളാം. തേങ്ങയൊക്കെ ഇട്ടുള്ള ഉപ്പുമാവാണ്. അപ്പൊ നമുക്കിനി നേരെ ഭക്ഷണത്തിലേക്ക്, കലവറയിലേക്ക് കയറാം. നമ്മുടെ മിനിസ്റ്റർ കഴിച്ച ഏകദേശം തീരാറായി. മിനിസ്റ്ററുണ്ട്, എക്സ് മിനിസ്റ്ററുണ്ട്, എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിപ്പാണ്. ഞാൻ ധനമന്ത്രി പുട്ട് എങ്ങനെയാണ്, പുട്ടും കടലയും ധനമന്ത്രിക്ക് ഇഷ്ടമാണോ എന്നൊക്കെ ഇവിടെ പ്രസാദിനോട് ചോദിക്കുമായിരുന്നു. പുട്ടും കടലയും ഇഷ്ടമുള്ളവരല്ലേ എല്ലാവരും? അതെ, നമ്മുടെ കേരളത്തിന്റെ ഒരു ദേശീയ ഭക്ഷണമാണല്ലേ ഇത്. ശരിക്കും കേരളത്തിന്റെ അല്ല, ആവി പുഴുങ്ങുന്ന ഫുഡ് പോർച്ചുഗീസുകാർ വന്നപ്പോഴാണ് ഈ പുട്ട് വന്നെന്നാ പറയുന്നത്. അപ്പൊ സ്റ്റീമിലുള്ള എല്ലാ ഫുഡും പോർച്ചുഗീസുകാരുടെ വരവോട് വന്നതാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ എല്ലാത്തരം ഫുഡുകളും ഭക്ഷണ സാധനങ്ങളെല്ലാം നമുക്ക് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ലോകത്ത് പലയിടത്തുള്ള. അപ്പോൾ പുട്ട് വളരെ ഹെൽത്തി ആയ ഒരു ഫുഡായിട്ടാണ് കരുതുന്നത്. കാരണം ആവിയിലാണല്ലോ. അവർ ആവിയിൽ പുഴുങ്ങാനായിട്ട് കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ നല്ല വാഴക്കൊലകളൊക്കെ അങ്ങോട്ട് വെട്ടിയെടുത്തിട്ട് അത് അതിന്റെ കൂടെ കുഴച്ചങ്ങോട്ട് കഴിക്കാനും പഠിച്ചല്ലേ? എങ്ങനെയാ? പുട്ടും പഴമാണ്, പുട്ടും കടലയാണ്, ഏത് കോമ്പിനേഷൻ? കേരളീയർ പൊതുവെ ഇഷ്ടപ്പെടുന്നത് പുട്ടും കടലയാണ്. കടലയിൽ തന്നെ നമുക്കിവിടെ ഏതാ? വെള്ളക്കടലയാണോ മിനിസ്റ്റർ? വെറൈറ്റി ആയിട്ടായിരിക്കുമല്ലോ, ഒരേ ദിവസം മാറില്ലേ? ഐറ്റം മാറിക്കൊണ്ടിരിക്കും. പിന്നെ അദ്ദേഹം പ്രശസ്തനായ കുക്കാണല്ലോ. അദ്ദേഹത്തിന്റെ ചില പൊടിക്കൈകൾ ഓരോ ദിവസവും രുചിയും മാറിക്കൊണ്ടിരിക്കും. ധനമന്ത്രി ആവശ്യമായ പൈസയൊക്കെ കൊടുത്തല്ലോ അല്ലേ കലോത്സവം? അത് നല്ലതുപോലെ കൊടുക്കുന്നു. അല്ല, ഏറ്റവും നല്ലതായിട്ട് ഇത്രയും വലിയ ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഇല്ല, ലോകത്തൊരു സ്ഥലത്തും ഇത്രയും കുട്ടികൾ പങ്കെടുക്കുന്ന രക്ഷകർത്താക്കളും ടീച്ചേഴ്സും ഇതുപോലെ ഉത്സവം എവിടെ? ഇച്ചിരി ആൾ കൂടും. ഞങ്ങളുടെ ടീം ഇച്ചിരി വലുതാ. നിങ്ങളുടെ ടീം വലുതാണ്. അപ്പൊ നിങ്ങൾ ആദ്യം കഴിക്കണം. അതെ, ഞാൻ ചോദിക്കായിരുന്നു മിനിസ്റ്റർ വിളമ്പി തരുന്ന പുട്ടും കടലയും കഴിക്കാൻ പറ്റുമോ എന്ന് പ്രസാദിനോട് ചോദിക്കാറ്. പ്രസാദ് സംഘടിപ്പിച്ച് തരാന്ന് പറഞ്ഞാണ് വിളിച്ചോണ്ട് വന്നത്. എളുപ്പമായിരുന്ന മിനിസ്റ്റർ തരും. അപ്പൊ എല്ലാവരും കഴിച്ചോണ്ടിരിക്കുകയാണ്. നമ്മളെ ഈ TV പൊതുവെ ആങ്കേഴ്സും പത്രപ്രവർത്തകരും ഞങ്ങളെ ഉപദ്രവിക്കാതെ പറയുന്ന ചില സമയങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലൊക്കെ അല്ല, ഞാൻ അങ്ങനെയൊക്കെ ഉപദ്രവിക്കുവോ? ഞാൻ അങ്ങനെ ഉപദ്രവിക്കുന്ന ആളാണോ? അത് കാഴ്ചക്കാരോട് ചോദിച്ചാൽ അറിയാം. നിങ്ങളുടെ പത്രപ്രവർത്തനത്തിന്റെ ഭാഗമായി എപ്പോഴും ഞങ്ങൾ ഒരുക്കുന്നതല്ലേ നിങ്ങൾ? അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ അല്ല, വ്യക്തിപരമല്ല. അപ്പൊ നല്ല ഫുഡ് തരുമ്പോ അതിന്റെ ഒരു സന്തോഷം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോ അപ്പൊ ഇരിക്കുക, ഞങ്ങൾ തരാം. അപ്പൊ നമുക്ക് ഒരാൾ ഒളിഞ്ഞിരുന്ന് കഴിക്കുന്നുണ്ട്. ഇത് നമ്മുടെ എക്സ് മേയർ ബ്രോ, ഇപ്പൊ MLA ബ്രോ ആണ്. ബ്രോ പുട്ടും കടലയാണോ ഉപ്പുമാവോ? അല്ലേ? അല്ല, പുട്ടും കടലയും പൊടിച്ച പുട്ടാണ്. അല്ല, ഇത് എല്ലാവരുടെയും പൊതുവിൽ ഇഷ്ടം പുട്ടും കടലക്കറിയും ഒരു നല്ല കമ്പോ ആണല്ലോ. എന്നാലൊരു വെറൈറ്റിക്ക് എന്തെങ്കിലും മാറ്റി പിടിക്കാം. അപ്പം കടലക്കറി പാചകപ്പുരയാണല്ലോ, അതുകൊണ്ട് തന്നെ അത് തന്നെ ഒരു ടേസ്റ്റ് ആണ്. അപ്പൊ പരാതിക്കിടയില്ലാത്ത നിലയിൽ ഇവിടെ നമ്മളെ എല്ലാവർക്കും സമൃദ്ധിയായിട്ടാണ് പോകുന്നത്. എല്ലാവരും നല്ല രീതിയിലാണ് ഇവിടെ അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. ഇത് അതുപോലെ വൈകുന്നേരം തൊട്ട് കലാപരിപാടികളുണ്ട്. 11:30 മണി തൊട്ട്
ഇവിടെ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്നവർ കാണാനുള്ള കലാപരിപാടികൾ തുടങ്ങും ഇന്ന് രാത്രി വരെ. രാവിലെ തന്നെ ഫുൾ സജീവമായി കഴിഞ്ഞു. എല്ലാവരും വന്നു. നമുക്കതൊന്ന് കാണിച്ചു കൊടുക്കാം. അതോടൊപ്പം നമുക്ക് കഴിക്കുകയും വേണം. റോഷ്നി, പുട്ട് കഴിക്കാൻ മറക്കല്ലേ. അതെ, കഴിക്കാൻ നമ്മൾ തയ്യാറായി നിൽക്കുകയാണ്. നമ്മുടെ പുട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ സുജിയ, നമുക്ക് ഭക്ഷണം ഉണ്ടാവോ? സുജിയ, ഭക്ഷണം ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. ഭക്ഷണം എല്ലാരും തിരിച്ചു നോക്കും ചോദിച്ചപ്പോഴത്തേക്ക്